അറിയാതെ MA ബേബി പോലും അറിയാതെ ഒരു തീരുമാനമെടുത്തതിനെ CPM-ന്റെ സാധാരണ സഖാക്കൾ നമ്മുടെ മുമ്പിലല്ല അവരുടെ ഉള്ളിൽ എങ്ങനെ ന്യായീകരിക്കുക? ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ വോട്ടും കൂടെ ചിലപ്പോൾ റിജിൽമാക്കുറ്റിക്കായിരിക്കും വരിക. ഇതിനകത്തെ ഷാഫിയും കൂടി ഒരു വലിയ അറ്റാക്ക് നടക്കുന്നുണ്ടല്ലോ പോയി സൈബർ അടുത്ത്, പ്രത്യേകിച്ച് ഈ രാഹുൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട്. അത് പിന്നെ ആ കാര്യത്തിൽ ഞാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ പിന്നെ കൃത്യമായിട്ടുള്ള നിലപാടും നടപടിയും പാർട്ടി എടുത്തു കഴിഞ്ഞു. പാർട്ടി അതിന്റെ എക്സ്ട്രീം സ്റ്റാൻഡ് അക്കാര്യത്തിൽ ഞാൻ സ്റ്റാൻഡിന്റെ കാര്യമാണ് പറയുന്നത്. അത് പാർട്ടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി വാർത്തകൾ എല്ലാ ദിവസവും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ചുരുക്കണം, അല്ലെങ്കിൽ അത് തന്നെ വാർത്തയായിക്കൊണ്ടിരിക്കണം എന്നുള്ളത് CPM അജണ്ടയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വേറെ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമലയിൽ ഇത്ര വലിയൊരു അഴിമതി നടത്തിയതിന് പാർട്ടി അംഗം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒരു കൊള്ള അവിടെ നടത്തിയതിന് കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തൽ അതീവ ഗുരുതരമായിട്ട്, ഒരു പരാമർശമല്ല, കണ്ടെത്തലാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. രാഷ്ട്രീയ ആരോപണമായിട്ട് പറയാൻ പറ്റില്ല, അവരെ പോലീസ് പിന്നെ എതിർ ഭരണകൂടത്തിന്റെ വേട്ടയാടലായിട്ട് പറയാൻ പറ്റില്ല. ഒരു നിലക്കും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു കേസിൽ അകപ്പെട്ടവരുടെ ഉന്നത നേതൃത്വം കിടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം അതിന്റെ ഏറ്റെടുക്കാത്ത ആളുകൾ, ഒരു നടപടിയും അതിന്റെ ഏറ്റെടുക്കാത്ത ആളുകൾ, അതിനെ സംബന്ധിച്ചാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ സ്വത്ത് അയ്യൻ്റെ ആണെങ്കിലും അമ്പലത്തിൻ്റെ ആണെങ്കിലും സ്വത്ത് കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ളതല്ല എന്ന് ജനങ്ങൾ അവരെ പഠിപ്പിക്കും. പക്ഷേ വ്യക്തിപരമായി ഭയങ്കര അറ്റാക്ക് നേരിടുന്നുണ്ടല്ലോ. വ്യക്തിപരമായി കൂടി അറ്റാക്ക് നേരിടുന്നു. അല്ല, അതിന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ജനങ്ങൾക്കിടയിലാണല്ലോ ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ അറ്റാക്കും പ്രതിരോധമൊക്കെ ജനങ്ങളാണ്. അവരുടെ ഇടയിൽ കാര്യങ്ങളുണ്ട്. അവർക്കറിയാം എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റികൾ ഈ ഗവൺമെന്റിനെതിരാണ്. അതിനനുസരിച്ച് അത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് രാഹുലിനെതിരെ പാർട്ടി വലിയ നടപടിയെടുത്തു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇത്രയും വലിയ ഒരു മാതൃകാപരമായ നടപടി പാർട്ടി എടുത്തിട്ട് പിന്നെയും രാഹുൽ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ മാപ്രകൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ കയ്യിൽ നിന്ന്, ഗോവിന്ദന്റെ കയ്യിൽ നിന്ന്, സഖാക്കളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി ഇറങ്ങിയവത കൊണ്ട് മാത്രമാണ് എന്നുള്ളത് തുറന്നു പറയുക ഷാഫി പറമ്പിൽ, അല്ലേ? കേരളത്തിലെ പൊതുസമൂഹം എവിടെയും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം വെച്ചിട്ടല്ല. ഉറപ്പാണ്. ഇവിടെ കേരളത്തിന്റെ പൊതുസമൂഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ടതാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. സഖാക്കളാണെന്ന് കരുതി RSS-ഉമായി ഒരു ഡീലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, സദ്യ ഉണ്ടാവില്ല, സന്ധി ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് സാധാരണക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലെത്തിയ സഖാക്കള് RSS-ന്റെ കാല് നിൽക്കുന്ന കാഴ്ച കേരളത്തിന്റെ പൊതുസമൂഹം കാണുകയാണ്. അവിടെയും തീർന്നോ? സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന രീതിയിൽ വെള്ളക്കരവും വൈദ്യുതി ബില്ലും ബിൽഡിംഗ് പെർമിറ്റ് ഫീസുകളും ഒക്കെ ഇരട്ടിയായി 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ട് ജനം ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില അത് 10 മടങ്ങ് ഇങ്ങനെ കുതിച്ചുയർന്നു പോകുമ്പോ അത് ജനം കണ്ടില്ലെന്ന് നടിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജനം കേരളത്തിലാകമാനം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രം ചർച്ച ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ? രാഹുൽ അല്ല കേരളം ഭരിക്കുന്നത് എന്നുള്ളത് സഖാക്കളൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്, അല്ലേ? അപ്പോ ഷാഫി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ചയാക്കണമെന്ന് സഖാക്കൾ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭൂലോക തോൽവിയായിട്ടുള്ള പിണറായി വിജയൻ, ആ വിജയന്റെ തോൽവികളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ ചർച്ചയാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഖാക്കൾ ഇങ്ങനെ മണിക്കൂറുകൾ ഇടപെട്ട് പലയിടങ്ങളിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവരോട് രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റുപിടിക്കാൻ ഈ മാധ്യമങ്ങൾ, പിണറായി വിജയന്റെ PR ഏജൻസികളായി വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും അതിന് കുടപിടിക്കുന്നു, അത് ഏറ്റുപിടിക്കുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ പിണറായി വിജയൻ വായ്ക്ക് കോതക്ക് പാട്ട് എന്ന രീതിയിൽ പിണറായി വിജയൻ 1000 ആവർത്തി വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞാലും
നിങ്ങൾക്ക് ഇന്ന് വോട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ വെൽഫെയർ പാർട്ടിക്കാരൻ വർഗീയവാദിയാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 1979 മുതൽ ഈ കഴിഞ്ഞ 42 വർഷക്കാലത്തോളമായിട്ട് ഈ വെൽഫെയർ പാർട്ടിക്കാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും പിണറായി വിജയനും സഖാക്കൾക്കും വേണ്ടിയാണ് അഹോരാത്രം പണിയെടുത്തതും പരിശ്രമിച്ചതും വോട്ട് ചെയ്തതും എന്നുള്ള കാര്യം വിജയൻ മറക്കണ്ട. വിജയൻ മറക്കില്ല എന്നറിയാം. വിജയൻ പ്രായം കൊണ്ട് ഈ പറയുന്ന മറവി അഭിനയിക്കുകയാണ്, അല്ലേ? അപ്പോ കേരളത്തിലെ സമൂഹത്തിന് നല്ല ഓർമ്മയുണ്ട്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് പ്രായമായിട്ടില്ല, അവർക്ക് മറവി സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന്റെ സമൂഹത്തെ അങ്ങനെ അങ്ങ് മറച്ചു പിടിക്കാൻ കഴിയുമെന്ന് വിജയൻ കരുതുന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് ഡിസംബർ 13 വോട്ടെണ്ണി കഴിയുന്നതോടുകൂടി വിജയന്റെ ആ ആത്മവിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, രാഹുലിനെ ക്രൂശിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടി വീഴ്ത്താൻ ശ്രമിച്ചതും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന പിണറായി വിജയന്റെ പരാജയങ്ങള്, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള തുടങ്ങിയ ഒരുപാടധികം കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അല്ലേ? അല്ലേ? അപ്പോ ഇത്തരത്തിൽ തന്റെ പരാജയങ്ങൾ, തന്റെ കഴിവുകേടുകൾ അതൊക്കെ മറയാക്കാൻ ഒരു ഇരയെ വേണമെന്ന് വിജയൻ പറഞ്ഞപ്പോ വിജയന്റെ PR ടീം അന്വേഷിച്ച് കണ്ടെത്തിയ ഇരയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ബോംബ്, ആ ബോംബ് ഈ ഇലക്ഷൻ കാലത്ത് തന്നെ പൊട്ടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അത് മാത്രമാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 2025 ഓഗസ്റ്റ് 20 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ ആരോപണം വരുന്നു. ഈ ആരോപണം വന്നു കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തിരിച്ചെത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വലിയ സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ പരാതിയില്ല, നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ ആ ഇര മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നു, അല്ലേ? അപ്പോ ഈ ബോംബ് ഇപ്പൊ പൊട്ടിക്കരുത്, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പൊട്ടിക്കണം എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്തായിരുന്നതെങ്കിൽ രാഹുൽ അത് പാലക്കാട് സജീവ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമ്പോൾ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. രാഹുലിനെ തൂക്കിയെടുത്ത് ജയിലിലിടാൻ, അഴിക്കുള്ളിലിടാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ രാഹുലിന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ രാഹുൽ വിഷയം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ആ അറസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നിയമ നടപടി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് ചെയ്തത് എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്താ? കാരണം രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ആ വിഷയം അവിടെ അവസാനിക്കും, അല്ലേ? രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ആ വിഷയം അവിടെ അവസാനിക്കും. രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്ത കാലത്തോളം ആ വിഷയം ഇങ്ങനെ കെട്ടിഘോഷിച്ച് ചർച്ചയാക്കി കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കും. ആ തിരിച്ചറിവാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ചർച്ച സജീവമാക്കി നിർത്തുവാനുള്ള ഒരു അണിയറയിലെ നീക്കമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു നേട്ടങ്ങളും ഇവർക്കാർക്കും പറയാനില്ല. ഈ നിങ്ങൾ നോക്ക്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഖാക്കള് മണിക്കൂറുകൾ ഇടപെട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നത് എന്താ? വൺ ആൻഡ് ഓൺലി രാഹുൽ മാങ്കൂട്ടം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം അതിനപ്പുറത്തേക്ക് പലതും പറഞ്ഞാൽ തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ സർക്കാർ, പിണറായി വിജയൻ 2.0, അതായത് രണ്ടാം പിണറായി സർക്കാർ നേരിടുന്നത് തന്റെ 10 വർഷക്കാലത്തെ നേട്ടങ്ങൾ വെച്ചുകൊണ്ടോ പ്രവർത്തന മികവുകൾ വെച്ചുകൊണ്ടോ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടോ അല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരുത്തന്റെ വീഴ്ച മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലത് വീഴ്ചയാണോ അതോ വീഴ്ത്തിയതാണോ എന്നുള്ളത് പൊതുജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് വീണതല്ല, അത് വീഴ്ത്തിയതാണ്, വെട്ടി വീഴ്ത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ പൊതുജനത്തിന് യാതൊരു സംശയവും ഇല്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയാണ്.
അതാണ് ഷാഫി പറമ്പിൽ പറയുന്നതും. ഇന്നലെ അയാൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അത്രയേറെ ജനപങ്കാളിത്തവും വലിയ ആവേശോജ്ജലമായ സ്വീകരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോ ഷാഫി ആ വർത്താനം പറയുന്നത്. ഇത് നമ്മൾ എല്ലായിടത്തും കാണുകയാണ്. നിരന്തരമായി ഷാഫി വരുന്ന വേദികളിൽ നിരന്തരമായി വലിയ ജനക്കൂട്ടം, ആ ബാലവൃദ്ധം ജനങ്ങൾ ഇരുകൈയും നീട്ടി ഷാഫിയെ സ്വീകരിക്കുന്നു. അത് കാണുമ്പോൾ രാഹുലിനെ ഷാഫിയിലേക്ക് കൂട്ടിച്ചേർക്കുവാനുള്ള തത്രപ്പാടുകൾ മറുഭാഗത്ത് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പോ ഇത്തരത്തിൽ പിണറായി വിജയന് നേട്ടങ്ങളൊന്നും പറയാനില്ല. പിന്നെ എന്താണ് പറയാനുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരംഗത്തിന്റെ കോട്ടമാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ അയാളുടെ കോട്ടമാണോ? അല്ല. അത് അയാളുടെ കോട്ടമായി വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു ദുരവസ്ഥയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10 വർഷം കേരളം ഭരിച്ചിട്ട് എടുത്ത് പറയാൻ ഒരു നേട്ടമില്ലാതെ വരുമ്പോ മറ്റൊരുത്തരെ വെട്ടി വീഴ്ത്തിയിട്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ട് അധികാരത്തിലേക്ക് നടന്നു കയറാമെന്ന് പിണറായി വിജയൻ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വിജയ എന്നുള്ളത് കേരളത്തിലെ പൊതുജനം ഈ 13-ാം തീയതിക്ക് ഇത് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട.